എല്ലാം മനസ്സിൽ തെളിഞ്ഞു. തന്റെ പേര് മഞ്ജരി എന്നല്ലേ? അതെ. താനും ശാരദ എന്ന് പറയുന്ന ആന്റിയും കൂടെ ചേർന്നല്ലേ ഇത് കൊണ്ടുവന്നത്? ഇന്നലെ വന്നു. ഇന്നലത്തെ പ്രശ്നമൊക്കെ പോട്ടെ, തന്റെ ഭർത്താവല്ല, സോറി, തന്റെ ചേട്ടൻ അറിയാതല്ലേ താൻ ഇത് കൊണ്ടുവന്നേ? ചേട്ടനോട് ഈ സ്വർണത്തിനും ഈ വൈഡൂര്യങ്ങളോടൊക്കെ ഭയങ്കര ആർത്തിയുള്ള ആളാണോ? ഈ പെട്ടിക്കകത്ത് നിഗൂഢമായിട്ടുള്ള കാര്യമുണ്ട്. നിങ്ങളിപ്പോ താമസിക്കുന്ന വീടറിയാമോ? ഒരു വാടക വീടാ. ആ വീടിന്റെ പേര് അദ്വൈതം എന്നാണോ? പക്ഷെ എന്നാൽ ആ വീടിന്റെ പേര് അതല്ല. അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പറഞ്ഞു തരാം. തൽക്കാലം ഈ പെട്ടി എടുക്കുക. ചെമ്പരത്തിപ്പൂ താഴെ വീഴാതെ സൂക്ഷിക്കണം. അരുണിനോടെല്ലാം പറഞ്ഞു അമ്മേ. പറഞ്ഞിട്ടുണ്ടോ മോളെ? വസ്തു വീതം വെക്കാനാ വിളിച്ചത് മോനെ. ആഹാ, എല്ലാരും വന്നല്ലോ. എന്തായിരുന്നു അമ്മ അമ്മയുടെ പുന്നാര മോക്കെല്ലാം എഴുതിക്കൊടുക്കാനാ വിളിച്ചത്. ശരി അമ്മ, അരുൺചേട്ടൻ പറഞ്ഞത്. അമ്മ എന്റെ മനസ്സിന് മോശമായിപ്പോയി. ഞങ്ങള് വലിയ പണക്കാരാണ്. നിങ്ങൾ വലിയ പണക്കാരായപ്പോ ഞങ്ങളൊന്നും വേണ്ടാലോ. അവൾക്ക് മാത്രം നിങ്ങൾ എന്ത് വിളിക്കാൻ പോവാ? മോനെ എനിക്ക് ഒന്നും വേണ്ട. പിന്നെ ഞാൻ നിങ്ങൾക്കുള്ള പണി എഴുതുന്നുണ്ട്. ഞാൻ നിന്നെ മാത്രം തീറ്റിക്കത്തില്ലടി. മഞ്ചേരി, ഇവന്റെ മഞ്ചേരി അവിടെ ഇല്ലേ? എവിടാ? അവളെവിടെ പോയതായിരിക്കും? ചിലപ്പോ ഒരു പെട്ടിയും കൊണ്ട് പോയതായിരിക്കും. വന്നാ അവള് ഇനി വരട്ടെ. പെട്ടിയും കൊണ്ടാണെങ്കിൽ അവളെ കർണക്കുറ്റി നോക്കായിരിക്കും. ചേട്ടനെങ്ങാനും ബാംഗ്ലൂരിൽ വന്നല്ലോ തെണ്ടാൻ പോയ പിച്ചക്കാരി മഹാറാണി. നീ എവിടെ പോയി തെണ്ടാൻ പോയിട്ട്? ഞാൻ അപ്പുറം വരെ പോയതാ. എന്തൊക്കെ എന്തോ വല്ല തിന്നാൻ കൊണ്ടുപോകും സർപ്രൈസ് ആയിട്ട്. ഞാൻ അകത്തോട്ട് അല്ലല്ല അത് കാണിച്ചിട്ട് വഴക്ക് പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞില്ലേ ഇവൻ ഇങ്ങനൊക്കെയാന്ന്. നിങ്ങളെന്താ ഇങ്ങനെ? നിങ്ങളിപ്പോൾ ജീവിതത്തിന്റെ ഒരു ദുരൂഹ നിമിഷത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ മുഴുവൻ യക്ഷികളുടെ വിളയാട്ടമാണ്. ഇവിടെ നടക്കുന്ന ഓരോ ദുരന്തങ്ങൾക്കും നിങ്ങൾ തന്നെ കാരണം. ദുരന്തങ്ങൾക്ക് നിങ്ങൾ ഓരോന്ന് ചെയ്യുന്നതാണ് ആ യക്ഷിക്ക് കൂടുതൽ പ്രതിഫലമായിട്ട് ഒരു കാര്യമേ ഉള്ളൂ. പൂജ നടത്തണം, ആവാഹനം ചെയ്യണം. അതിനുവേണ്ടി കട്ട അടുക്കി വെച്ച് സിനിമയെ പോലല്ല ശരിക്കും ഉള്ളത്.
നമുക്ക് കുറേ ഇഷ്ടികകൾ വേണം. ഇഷ്ടികകൾ കൂട്ടി വെച്ചൊരു നമുക്ക് പറ്റിയ ഒരു ഹോമകുണ്ടം വേണം. ഹോമകുണ്ടത്തിൽ ഒഴിക്കാൻ ഒരു 1/2 ലിറ്ററിൻ്റെ നെയ്യ് വേണം. ബാക്കിയെല്ലാം ഞാൻ ലിസ്റ്റ് പ്രകാരം കൊണ്ടുതരുന്നതായിരിക്കാം. ലിസ്റ്റ് പ്രകാരം തരും, അതിനനുസരിച്ച് മേടിച്ച് വെച്ചിരിക്കണം. പിന്നെ കുറച്ച് നേരം കഴിയുമ്പം മഞ്ചരി എൻ്റെ അടുത്തോട്ട് വന്ന് വരിക. ഞാനൊരു 5 ഏല സൂക്ഷിച്ചിട്ടുണ്ട് തരാം. അത് വീടിൻ്റെ ഓരോ ഭാഗങ്ങളിലും കുഴിച്ചിടണം, 4 വശത്ത്. ആദ്യമേ കുഴിച്ചിടേണ്ടത് വീടിൻ്റെ കന്നേ മൂലയ്ക്കാണ് കേട്ടോ. കന്നേ മൂലയ്ക്ക് കുഴിച്ചിട്ടതിന് ശേഷം മാത്രമേ ബാക്കി എവിടെയും കുഴിച്ചിടാവുള്ളൂ. ഇല്ലെങ്കിൽ അതിന് ഫലം കാണില്ല. അപ്പം ഞാൻ ഇത്രയും പറയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പം ഞാൻ ഇറങ്ങുകയാണ്. എനിക്ക് വേണ്ട, വെട്ടി ഇവിടുന്ന് കിട്ടിയത് കണ്ടോ. ഇപ്പോഴും കാറ്റ് നിലച്ചിട്ടില്ല.